പൗലോസ് പറയുന്നത് ഈ കൃപയിലേക്ക് വന്നതും അതും നമുക്ക് വിശ്വാസത്താലാണ് പ്രവേശനം കിട്ടിയത്. നിങ്ങളിന്നിവിടെ വന്ന് കൂടിയിരിക്കുന്നതും ദൈവവചനം കേൾക്കുന്നതും ആരാധിക്കുന്നതും കർത്താവിൻ്റെ വേല ചെയ്യുന്നതും ഒക്കെ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനോ പുകഴുവാനോ ഇല്ല. പൗലോസ് പ്രശംസിക്കുന്ന രണ്ട് കാര്യങ്ങൾ, പല കാര്യങ്ങൾ ഈ റോമാലേഖനത്തിൽ കാണാമെങ്കിലും ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ വരുവാനുള്ള പ്രത്യാശ അത് ഉൾപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് ദൈവം നമുക്ക് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്ന പ്രത്യാശ അത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യം, തനിക്ക് പ്രശംസിക്കാനുള്ള പ്രധാനമായ ഒരു കാരണം അത് വരുവാനുള്ള ആ നിത്യതയാണെങ്കിൽ ആ വലിയ പ്രത്യാശയാണ്, കർത്താവിനെ നേരിൽ കാണുമെന്നുള്ളൊരു പ്രത്യാശയാണ് പൗലോസിന് പ്രശംസിക്കാനുള്ളത്. എൻ്റെ ചോദ്യം, നമ്മുടെ പുകഴ്ച എന്തിനെക്കുറിച്ചാണ്? നാം എന്തിനെക്കുറിച്ചാണ് പ്രശംസിക്കുന്നത്? പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും പ്രശംസിക്കാറുണ്ട്, പല രീതിയിലും. അതൊരു പക്ഷേ കുടുംബ മഹിമയെക്കുറിച്ചായിരിക്കാം, പാരമ്പര്യത്തെക്കുറിച്ചായിരിക്കാം, പണത്തെക്കുറിച്ചായിരിക്കാം, ജോലിയെക്കുറിച്ചായിരിക്കാം. പല രീതിയിലാണ് മനുഷ്യരെ പ്രശംസിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇതൊന്നുമല്ല എനിക്ക് പ്രശംസിക്കാൻ ദൈവ തേജസ്, അല്ലേ? എന്താണ്? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിലാണ് ഞാൻ പ്രശംസിക്കുന്നത്.